കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ ഇത്തവണ അത്ഭുതം കാട്ടുമെന്നാണ് ബിജെപിയുടെ അവകാശവാദം. SNDP വോട്ടുകളിൽ വിശ്വാസമർപ്പിച്ച് 5000 മുതൽ 7000 വോട്ടുകളാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. തുടർച്ചയായ 3ാം തവണയാണ് ബിജെപി സ്ഥാനാർത്ഥി BP ഗോപകുമാർ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞാലും മണ്ഡലം കൈവിടില്ലെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രനാണ് ഇടത് സ്ഥാനാർത്ഥി. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എന്ത് സംഭവിക്കും? അതായത് റോഷ്നി, ഈ BP ഗോപകുമാർ ആ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് BJPയുടെ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും. 3ാം തവണയാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ചാത്തന്നൂരുകാരൻ തന്നെയാണ്, പ്രാദേശികമായി സ്വാധീനമുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ 2 തവണയും വലിയ മുന്നേറ്റം ചാത്തന്നൂർ മണ്ഡലത്തിൽ BJPക്ക് കാഴ്ചവെക്കാനായത് ഗോപകുമാറിലൂടെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ ആ മുന്നേറ്റം അത് വോട്ടായി മാറുകയും മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് BJP കണക്കൂട്ടുന്നത്. ഉയർന്ന ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 6000-ഓ 7000 വോട്ടിന് മണ്ഡലം തങ്ങളുടെ കയ്യിലേക്ക് വരുമെന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. നിയമത്തിന് മുന്നേ പിടിച്ചെടുക്കുമെന്ന് BJP ആത്മവിശ്വാസത്തോടെ കരുതുന്ന, വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിൽ അത്രമാത്രം പ്രവർത്തനം BJP നടത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ പോലും. പക്ഷേ മണ്ഡലം നിലനിർത്താമെന്നാണ് ഇടതുമുന്നണിയുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും മണ്ഡലം നിലനിർത്തും. മണ്ഡലം BJPക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മൊത്തത്തിൽ LDF ക്യാമ്പ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് ക്യാമ്പ് അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 3ാം തവണയായിരുന്നു. ഇത്തവണ സൂരജ് രവിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തുന്നത്. കോൺഗ്രസ്സുകാരനാണ്. ചിഹ്നത്തിൽ അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ഇറക്കി. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്ര വോട്ടുകൾ പിടിക്കും, അത് ആരുടെ വോട്ടുകളാണെന്നത് വളരെ നിർണായകമാണ്. എന്തായാലും ചാത്തന്നൂർ BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലമാണ്. വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ നിയമത്തിന് മുന്നേ ചാത്തന്നൂർ പിടിക്കുമെന്നാണ് BJP നേതാക്കൾ ഈ മണിക്കൂറിലും ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. റോഷ്നി, ശരി, നമുക്ക് നോക്കാം.